സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ്. മുദ്രാവാക്യം വിളിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. വിവരങ്ങളുമായി എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ശാന്തമായിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. ഇതിന്റെ ഭാഗമായി ഈ ജാഥയിൽ അണിനിരന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് CPIMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ നടത്തിയത്. ഈ CPIMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസായ കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരത്തിന് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. കല്ലേറിൽ ഓഫീസിന്റെ ചില്ലുകൾ എല്ലാം തകർന്നു. വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഈ CPIMന്റെ ഓഫീസ് ആക്രമിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഈ CPIM ഓഫീസിൽ കൂടുതൽ CPIM പ്രവർത്തകർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 10-ൽ താഴെ CPIM പ്രവർത്തകർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രകടനത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വാഹനങ്ങളിൽ എത്തിച്ചവരാണ് അണിനിരുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ ഈ പ്രകടനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി CPIMന്റെ ഓഫീസിന് നേരെ ആക്രമണം നടക്കുകയായിരുന്നു. CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലപ്പട്ടം എന്ന് പറയുന്നത്. അവിടെ CPIM ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രകടനം ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തോളം യാതൊരു വിഷയങ്ങളുമില്ലാതെ പ്രശ്നങ്ങളുമില്ലാതെ പ്രകടനം സമാപിക്കുന്നതിന് തൊട്ടു മുൻപ് മലപ്പട്ടം സെന്ററിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം ഓഫീസിന് നേരെ ഉണ്ടാകുന്നത്. ഏതായാലും ഇത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് CPIM ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രകടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകുകയും സംഘർഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്ലേറുണ്ടാകുമ്പോൾ അത് തടയാനുള്ള യാതൊരു ശ്രമം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച ജാഥയുടെ മറവിലായാലും CPIMന്റെ ഓഫീസിന് നേരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിക്രമം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം സന്തോഷ്.